ഹലോ എവരി വൺ, വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ദം ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് പുറത്തൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂട്ടാൻ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റൈസൊക്കെ കണ്ടി നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത്. എല്ലാ റൈസും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നല്ല അടിപൊളി കാണാൻ തന്നെ ലുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന്. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് അത് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ നാരങ്ങ നീരിട്ട് കൊടുക്കാം, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളാണെങ്കിൽ സവാള ആണെങ്കിൽ 1/2 കിലോ സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ബിരിയാണി മസാല നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ എടുത്ത് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആണെങ്കിൽ ഇപ്പം ഉണ്ടാക്കണ്ട, നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വേണ്ടിയോ അല്ലെങ്കിൽ 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതല്ല എൻ്റെ കൂട്ടം നമുക്ക് ഇപ്പം തന്നെ ചെയ്യാനാണെങ്കിൽ ഞാൻ അതിനകത്ത് ഉടനെ 200 ഗ്രാം ഞാൻ തൈര് നന്നായിട്ട് ഉടച്ചതിന് ശേഷം കട്ടൊക്കെ ഉടച്ചതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അകത്താണെങ്കിൽ സവാള 1/2 കിലോ സവാള വറുത്ത് വെച്ചേക്കുന്നത് 80% നമുക്ക് അകത്ത് ഇട്ട് കൊടുക്കാം. 20% നമുക്ക് ബാക്കി വെച്ചേക്കാം ലെയറിനകത്ത് ഇടാനായിട്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് 2 ഹെഡ്ഫുൾ നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കി വെക്കാം കേട്ടോ നമുക്ക് അകത്ത് ലെയറിനകത്ത് ഇടാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആക്കി അതും ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാനാണെങ്കിൽ കോയിലകത്ത് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഇതുപോലെ ഞാനാണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആക്കി ചൂടാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് അടച്ച് നമുക്ക് 2-3 മിനിറ്റത്തേക്കൊന്ന് ഇതുപോലെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് മാറ്റാം. അപ്പോൾ നല്ലൊരു അടിപൊളി പുറത്തൊക്കെ കിട്ടും, നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രം ഉരുളിയോ എന്തെങ്കിലും നല്ല ഹെവി ബോട്ടം പാത്രം എടുക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ നമ്മുടെ സവാള വറുത്ത എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായി ചൂടായി കഴിയുമ്പം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല, 90% മാത്രം വെന്താൽ മതി. ബാക്കി 10% നമ്മൾ ദമ്മിൽ വേവിച്ചെടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അടിക്കൊന്നും പിടിക്കാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതുപോലെ അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ നന്നായിട്ട് ആയി വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരത്തേക്കാണ് ഒന്നും കൂടെ അടച്ച് നമുക്കൊന്ന് വേവിക്കാനായിട്ട് ഒരു 10 മിനിറ്റത്തേക്കാണ് വെക്കാം. അപ്പോൾ ആ നേരം കൂടി ഞാനാണെങ്കിൽ ബാസ്മതി റൈസ് 1/2 കിലോ ചിക്കന് 1/2 കിലോ ബാസ്മതി റൈസ് ഞാൻ കഴുകി 3 വെള്ളത്തിൽ കഴുകിയ ശേഷം ഞാൻ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കളയണം കേട്ടോ. പിന്നെ ഒരു സൈഡ് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അത് നമുക്കാണെങ്കിൽ 3 ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ സ്റ്റാർ അനീസ്, പിന്നെ ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1/2 മുറി നാരങ്ങയുടെ നീരിട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങ തോടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്ന രീതി വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം തള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ അരി എടുത്ത് വെച്ചേക്കാം. വെള്ളം കളഞ്ഞ ശേഷം അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതാണെങ്കിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന പാകം അത്രയും മതി കേട്ടോ. ബാക്കി 90% മാത്രം വേവിച്ചെടുത്താൽ മതി. ബാക്കി 10% നമ്മളാണെങ്കിൽ ദമ്മിൽ വേവിച്ചെടുക്കും. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിപ്പം ഉരുളക്കിഴങ്ങ് പൊട്ടിച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടില്ല, എന്നാലും വേവാൻ പാകം ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം അവിടെ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു സൈഡ് നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചത് അതും കൂടെ വെന്ത് വന്നിട്ടില്ല കേട്ടോ, 10% വേവിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് സ്റ്റെയിനറിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ തുറക്കാം. അത് നമുക്കാണെങ്കിൽ ആദ്യം സവാള വറുത്ത് വെച്ചേക്കുന്നില്ല, അതിൻ്റെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചോറ് എടുത്ത് വെച്ചേക്കുന്നില്ലേ, സ്റ്റെയിനറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേളിൽ നമുക്കാണെങ്കിൽ എടുത്ത് വെച്ചേക്കുന്ന സവാള വറുത്തതും മല്ലിയിലയും പുതിനയിലയും പിന്നെ ബിരിയാണി മസാലയും നമുക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് യെല്ലോ ഫുഡ് കളറും ഇട്ട് കൊടുക്കണം. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു 5 ടീസ്പൂൺ നെയ്യ് മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാക്കി മെൽറ്റാക്കി. ഇവിടെ ഇപ്പോൾ തണുപ്പുള്ള സമയമില്ല, അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതായിട്ട് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ പറഞ്ഞു വിട്ട് ഫുഡ് കളറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു തവ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റത്തേക്ക് ആയ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ദം ചെയ്യാം.
10 മിനിറ്റിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഒരു 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സലാഡിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് സെർവ് ചെയ്യാൻ പറ്റിയതാ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ എന്തൊക്കെ വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.